Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, അപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതൊക്കെ വായിച്ച് കാണും അല്ലേ? വായിച്ചോ? No, ma'am. വായിച്ചിട്ടില്ല. ഒക്കെ കൂടി ഒന്നിച്ചായാലും കൊണ്ടങ്ങനെ ശരിയാണ് അല്ലേ? അല്ലെ, സമയം കിട്ടുന്നുണ്ടാവില്ലായിരിക്കും, ശരിയായിരിക്കും. പക്ഷെ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആണ്. ഒരു പേഷ്യന്റ് ഒരു അല്ലെ ഹോസ്പിറ്റലിൽ ചെന്നാല്, നമ്മളാണെങ്കിലും പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാല് എന്തൊക്കെ കാര്യങ്ങളാണ് തൃപ്തി തരുന്നത് അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ട് ആ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവര് ആ ഹോസ്പിറ്റലിൽ വേണ്ട എന്ന് വെക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. എനിവേ എക്സാം ടൈമിലൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. എന്താണ് പ്രധാനമായിട്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം അല്ലെ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാ എടുത്തത്? ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി അല്ലെ, എവിടെ വരെയല്ലേ എടുത്തത്? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, ഒരു സർവേ ഒക്കെ ആണെങ്കിലും അത് നടത്തി തീർച്ചയായിട്ടും അങ്ങനെ നടത്തുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്യാൻ അല്ലെ, അവിടെയുള്ള പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണോ അല്ലെ, നടപ്പാക്കണോ എന്നൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എൻഹാൻസ്ഡ് സ്റ്റാഫ് മോഡൽ. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ, അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ദാതാക്കൾ, അതായത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവര് തൃപ്തികരമാണ് അല്ലെ, അവര് എന്താണ് ഹാപ്പി ആയിട്ട് നല്ല സാറ്റിസ്ഫൈഡോടുകൂടി തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് പേഷ്യൻസിനാണ് കിട്ടുക അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ്. അതൊരു ഓട്ടോമാറ്റിക്കലി ലിങ്ക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ, അങ്ങനെ തന്നെയല്ലേ. അവിടെയുള്ള വർക്കേഴ്സിന് കുറെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരെന്താണ് അവരുടെ സർവീസിലും അത് പ്രകടമാക്കും അല്ലെ, അത് അനുഭവിക്കാൻ പോകുന്നത് പേഷ്യൻസ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി അവിടെയുള്ള വർക്കേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്, ആ ജീവനക്കാരുടെ മനോവീര്യം അത് വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഓക്കെ, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറേൽ. അപ്പോ അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Generating a patient-focused culture does not have to come at the cost of employee satisfaction. അതായത് ഇവിടെ നമ്മൾ എടുത്തു പറയുകയാണ്, എന്താണ് പേഷ്യൻസിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു സംസ്കാര രീതി എന്ന് പറയുമ്പോൾ ഡസ് നോട്ട് ഹാവ് ടു കം അറ്റ് ദ കോസ്റ്റ് ഓഫ് എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ. അത് ശരിക്കും വരുന്നത് എന്താണ്, അവരുടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അത് എൻലാർജ് ചെയ്ത് വരുന്നത് എന്താണ്, എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ചെയ്യുമ്പോഴാണ് അല്ലെ. ജനറേറ്റിംഗ് എ പേഷ്യന്റ് ഫോക്കസ്ഡ്, അതാണ് കേന്ദ്രീകൃതമായിട്ട് നമ്മൾ ആ ഒരു സംസ്കാരം നേടിയെടുക്കാനായിട്ട്, അതായത് അവിടെയുള്ള പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് എന്താണ്, സമൃദ്ധമായ ചിലവ് അല്ലെ. അത് മെച്ചപ്പെട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ പേഷ്യന്റിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ജീവനക്കാരുടെ സംതൃപ്തിയിൽ നിന്നാണ് തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യം, ആ ഒരു നല്ല സർവീസ് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് കഴിയുന്നത്. ഇൻഫാക്ട് അതായത് യഥാർത്ഥത്തില് ടേക്കിംഗ് സ്റ്റെപ്പ് ടു ഇൻവോൾവ് ആൻഡ് മോട്ടിവേറ്റ് യുവർ സ്റ്റാഫ് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ഡെലിവറിങ് ഔട്ട്സ്റ്റാൻഡിങ് പേഷ്യന്റ് കെയർ. അതായത് ഇവിടെ ക്രൂഷ്യൽ പാർട്ട് അല്ലെ, പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആരിലാണ് ഇവിടെ പറഞ്ഞു വരുന്നത്? ആരിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പേഷ്യന്റിനെ പോലെ തന്നെ അവിടെയുള്ള എംപ്ലോയീസിന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ, അവിടെയുള്ള വർക്കേഴ്സ് സ്റ്റാഫിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ക്രൂഷ്യൽ പോയിന്റ് ആയിട്ട് വരുന്നത് ആരാണ്? വർക്കേഴ്സ് ആണ്. അവര് ഹാപ്പി ആണ് എങ്കിൽ എന്താണ് അവരുടെ റിസൾട്ട് അല്ലെ, അവര് ഡെലിവറി ചെയ്യുന്നത്, അതായത് അവര് വിതരണം ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നതും പേഷ്യന്റിനെ ഹാപ്പി ആക്കുന്ന, അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലായിരിക്കും. ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ ഓഫൺ ഹൈ സ്ട്രെസ് എൻവയൺമെന്റ് കേസ് അല്ലെ, ഈ ഹൈ സ്ട്രെസ്സോട് കൂടിയിട്ട് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു പശ്ചാത്തലമാണ് അവിടെ ഉള്ളതെങ്കിൽ
training and strengthening the employees and make them able to perform their job to the best of their abilities and make them feel valued and increase staff retention. അതായത് കൂടുതൽ അല്ലെ നമ്മള് അവിടെ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ നിന്ന് എന്താണ് സ്റ്റാഫുകൾ വിട്ടുപോകാനായിട്ട് ശ്രമിക്കും. കാരണം കൂടുതൽ ഓവർലോഡ് ആണ് അല്ലെ, അവർക്ക് വർക്ക് കൂടുതൽ എന്താണ് ആ ഒരു അന്തരീക്ഷത്തിലാണ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലെ. ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എംപ്ലോയീസ് മേക്ക് ദം ഏബിൾ ടു പെർഫോം. ഇൻ കേസ് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് പ്രത്യേകത, അവർക്ക് കുറച്ച് നല്ല അല്ലെ ഇത്തിരി കൂടി നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ ഏതാണ് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്കൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ സ്റ്റാഫുകളൊന്നും വിട്ടുപോകാനായിട്ട് തയ്യാറാവില്ല അല്ലെ. അതേസമയം സ്ട്രെസ് കൊടുത്തിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് ഓരോ തൊഴിലാളികൾ തയ്യാറാവും, അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതേസമയം ട്രെയിനിങ് ഒക്കെ കൊടുത്ത് എംപ്ലോയീസിനെ ശക്തിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഏബിൾ ടു പെർഫോം ദെയർ ജോബ് ടു ദ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റീസ് അല്ലെ. അവര് അവരുടെ കഴിവിന്റെ പരമാവധി അവര് പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറാവും. ആൻഡ് മേക്സ് ദം ഫീൽ വാല്യൂഡ് ആൻഡ് ഇൻക്രീസ് ദ സ്റ്റാഫ് റിട്ടൻഷൻ. അവരെന്താണ് അവരുടെ ആ ഒരു സർവീസിലൊക്കെ നല്ലൊരു വാല്യൂ, ഒരു മൂല്യമുള്ള ഒരു സർവീസ് പ്രദാനം ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല സ്റ്റാഫ് റിട്ടൻഷൻ എന്ന് വെച്ചാൽ സ്റ്റാഫിനെ നിലനിർത്തിയല്ലേ അവർക്ക് കൊഴിഞ്ഞാല് മറ്റൊരു സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് പോവാനായിട്ട് അവർ ശ്രമിക്കില്ല, അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ അല്ലെ. സ്റ്റാഫിനെ അവിടെ തന്നെ നിലനിർത്താനായിട്ടുള്ള സാഹചര്യവും അനുകൂലമാവും. എങ്ങനെയാണെങ്കിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അധികം സ്ട്രെസ് ഇല്ലാത്ത രീതിയിലൊക്കെ വർക്ക് അറേഞ്ച് ചെയ്ത് സ്റ്റാഫിന് കൊടുക്കുകയാണെങ്കിലാണ് അവര് ഹാപ്പിയോട് കൂടിയിട്ട് തൃപ്തികരമായിട്ട് തന്നെ സർവീസുകൾ പേഷ്യൻസിന് കൊടുക്കാനായിട്ടും അവിടെ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ടും ശ്രമിക്കുന്നത്. Then experienced staff know how to carry out attentive service, patient focused service that have to boost patient satisfaction score. നമുക്കറിയാം ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് നാള് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണെങ്കിൽ അവർക്ക് മറ്റുള്ള തൊഴിലാളികളെ അപേക്ഷിച്ച് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമോ ഉണ്ടാവും അല്ലെ. അവർക്ക് എന്താണ് ആരോഗ്യ അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പേഷ്യൻസ് അല്ലെ എപ്പോഴും ഇവിടെ തന്നെയാണ്, ഈ ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് വരണമെങ്കിൽ അവരെ കുറിച്ചിട്ട് നല്ല ധാരണകളൊക്കെ അല്ലെ, അവരെ കുറിച്ചിട്ട് നല്ല അറിവൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ രോഗിക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളുടെ ഒരു ഘടന തന്നെ ഇവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കും. ഓക്കെ, ഇന്ന രോഗികൾക്ക് ചില അല്ലെ അവരെ ഒന്ന് എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടാവും. അല്ലെങ്കിൽ ചില രോഗികൾക്ക് അവർ ഇതിരി പങ്ക്ച്വാലിറ്റി കാര്യക്കാരാണ് അല്ലെ, അവരെ അങ്ങനെ അവർക്ക് നേരത്തെ കൂട്ടിയിട്ടുള്ള ഒരു കഴിവുണ്ട്. അത് മാത്രമല്ല അവരുടെ ഡ്യൂട്ടിയിലും അവർക്ക് നല്ലൊരു നോളജ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നല്ലൊരു സ്കില്ലും നല്ലൊരു കഴിവും അവര് ആ എക്സ്പീരിയൻസ് കാലയളവ് കൊണ്ട് തന്നെ നേടിയെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ് പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ എന്ന സ്കോർ എടുത്ത് നോക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിൽ നിന്ന് കിട്ടുന്ന പരിചരണം എന്ന് പറയുന്നത് നല്ല സാറ്റിസ്ഫാക്ഷൻ റേറ്റിലേക്ക് അത് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. കേട്ടോ എൻഹാൻസ്ഡ് സ്റ്റാഫ് മുറയില്. നമുക്ക് നെക്സ്റ്റ് നോക്കാം ഹയർ പ്രൊഡക്ടിവിറ്റി. ഇപ്പോ ഇങ്ങനെ ചിലപ്പോഴൊക്കെ അല്ലെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോഴൊക്കെ കാണാം എന്താണ് ഡാഷ് അല്ലെ സ്ട്രെങ്തനിങ്, എന്താണ് നമുക്ക് എംപ്ലോയീസിൽ ഏബിൾ ടു പെർഫോം ദിയർ ജോബ് ബെസ്റ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കാഴ്ചവെക്കാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിലാണ് അവർക്ക് അത് കൃത്യമായിട്ട് ബെസ്റ്റ് ആയിട്ട് തന്നെ അവരുടെ റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം ഹയർ പ്രൊഡക്ടിവിറ്റി, അതായത് ഉൽപാദനക്ഷമത അല്ലെ, അത് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ ടു മേക്ക് ബെറ്റർ ദ പേഷ്യൻസ് എക്സ്പീരിയൻസ് ക്യാൻ also increase the staff and provider productivity in the organization. ഇവിടെ എന്താണ് പ്രധാനമായിട്ടും ഇപ്പോ ട്രെയിനിങ്ങിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലൊക്കെ രോഗിയുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നത് അല്ലെ. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസുകളൊക്കെ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അവര് അല്ലെ ക്യാച്ച് ചെയ്യും, റെക്കോർഡിക്കലി അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ ടു മേക്ക് ബെറ്റർ ദ പേഷ്യൻസ് എക്സ്പീരിയൻസ് ക്യാൻ ഓൾസോ ഇൻക്രീസ് സ്റ്റാഫ് ആൻഡ് പ്രൊവൈഡർ പ്രൊഡക്ടിവിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. അതിന്റെ ഒരു എക്സാമ്പിൾ കൂടി പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചും കൂടി
മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, if hospital execute secure online appointment schedule and patient messaging, staff may spend as much 50% less time on the phone with the patient. Consequently, staff can perform an extra task which allows us to run a learned office. അതായത് നമ്മളിപ്പോ ഒരു 50% അല്ലെ അത്രയും സമയം നമുക്ക് ചെലവഴിച്ചാൽ മതി. ഇൻ കേസ് രോഗികളുടെ കുറച്ച് വിവരങ്ങൾ നമുക്ക് എന്തെങ്കിലും അല്ലെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്ന തരത്തില്. ഇൻ കേസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെ, ദാതാവ് എന്താണോ അവർക്ക് ആയിട്ട് സേവനങ്ങൾ കാഴ്ചവെക്കുന്നത് അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെ, അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് എന്താണ് ഈ ട്രെയിനിങ്ങും മറ്റ് ഇപ്പൊ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള അല്ലെ സ്കിൽസുകളൊക്കെ നേടിയെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ തീർച്ചയായിട്ടും ആ സ്കിൽസുകൾ വരുമ്പോൾ അല്ലെ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് സെക്യൂർ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂളിംഗ് ആൻഡ് പേഷ്യന്റ് മെസ്സേജിംഗ്. ഇപ്പൊ ഒരു അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓൺലൈനിൽ തന്നെ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർക്ക് ജസ്റ്റ് ഒരു കോള് മതി അല്ലെ ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ ഷെഡ്യൂൾ കാര്യങ്ങൾ അല്ലെ ഓരോരുത്തരുടെ സമയങ്ങളെല്ലാം ക്രമീകരിക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട, ആ പറയുന്ന ടൈമിൽ തന്നെ അവർക്ക് ക്രമീകരിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതേമാതിരി തന്നെ ഇൻ കേസ് അല്ലെ ലെസ് ടൈം ഓൺ ദ ഫോൺ വിത്ത് പേഷ്യന്റ്. ഇൻ കേസ് അധിക സമയമൊന്നും ചെലവഴിക്കേണ്ട വരില്ല അവർക്ക് എന്തെങ്കിലും മറുപടികളൊന്നും കൊടുക്കാനായിട്ട്. അത് മാത്രമല്ല ഇനി എക്സ്ട്രാ എന്തെങ്കിലും ടാസ്കുകൾ ഇപ്പോ ചിലപ്പോൾ നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ഒന്നും കൃത്യമായിട്ട് തന്നെ അവർക്ക് പറഞ്ഞ മാതിരി തന്നെ വരാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്ക് വന്നാലേ നമ്മളിപ്പോ ലേറ്റ് ആവും. അപ്പൊ ആ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതനുസരിച്ചിട്ടും ഷെഡ്യൂൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും ഇല്ലേ. ഇപ്പൊ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ഒരു ക്യാൻസലേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് ഇപ്പൊ ഇന്ന ഡോക്ടറിന് ഇത്ര പേഷ്യൻസ് ആണ് അല്ലെ, അത് അധികം സമയം എടുക്കാതെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതിന് എന്താണ് പ്രത്യേകമായിട്ടുള്ള ഒരു സജ്ജീകരണം എന്ന് പറയുന്നത്, അവിടെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളെല്ലാം ആ ഹോസ്പിറ്റലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഹയർ പ്രൊഡക്ടിവിറ്റി അല്ലെ കൂടുതലായിട്ടുള്ള ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ ഓൺലൈൻ പാക്കേജ് അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസുകളൊക്കെ അവിടെയുള്ള വർക്കേഴ്സ് നേടിയെടുക്കേണ്ടതുണ്ട്. ഡിസൈഡ് when a hospital lesson the patient to no show and late cancellation, the hospital have less time in scheduling and can maximize the patient's time and related billings. അപ്പൊ ഇൻ കേസ് അവരൊന്നും വരുന്നില്ല ഇങ്ങനെ ക്യാൻസലേഷൻ ഒക്കെ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലാണെങ്കിൽ ഒരു ഫ്രീ ടൈം വരുന്നില്ല അല്ലെ, ഇന്ന ഡോക്ടറിന് ഇത്ര സമയം, അപ്പൊ അതിനനുസരിച്ചിട്ട് അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് ക്രമപ്പെടുത്തി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇൻ കേസ് അവർക്ക് ടൈം ഡിലേ ആവുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് എന്തൊക്കെയാണോ ഈ കാലഘട്ടത്തിലുള്ളത് അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു പേഷ്യന്റിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ാണോ നെക്സ്റ്റ് നോക്കാം. ഇതെല്ലാം എന്താണ് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ എപ്പോഴും പേഷ്യന്റിനെ. നേരത്തെ നമ്മൾ പറഞ്ഞു അവിടെ സ്റ്റാഫിനെ സാറ്റിസ്ഫൈഡ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് പേഷ്യന്റിനെ സംതൃപ്തമാക്കുക എന്നുള്ളതാണ്. അതേമാതിരി തന്നെ പ്രൊഡക്ടിവിറ്റി അനുസരിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവിടെ പേഷ്യന്റ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആകും. അവർക്ക് അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടതെന്നായിട്ട് വരില്ല. അത് മാത്രമല്ല അവർക്ക് ക്യാൻസലേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തണമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്നില്ല. റെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോഴും എന്താണ് പ്രശസ്തി അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അത് തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മൾ കണ്ടായിരുന്നു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ റിലേറ്റീവ്സിനോടും എല്ലാവരോടും പങ്കുവയ്ക്കും. അപ്പൊ അതനുസരിച്ചിട്ട് എല്ലാവരും തന്നെ വരും. അത് മാത്രമല്ല ഉള്ള പേഷ്യൻസ് വിട്ടുപോകുകയും ഇല്ല അല്ലെ. ആ പ്രശസ്തി എവിടേക്കും അറിയിക്കാനായിട്ട് റേറ്റിംഗ് സിസ്റ്റം ഒക്കെ എല്ലാവരും ഫോളോ ചെയ്യും അല്ലെ. ഇൻ കേസ് നമുക്കറിയാം നമ്മൾ കണ്ടായിരുന്നു ഒരു ഫോർമാറ്റ് ഒക്കെ തന്നിട്ട് ഓരോരുത്തർക്കും എത്രത്തോളം സ്കോറുകളാണ് അല്ലെ, ആ സ്കോറുകളുടെ അടിസ്ഥാനത്തിലാണ് ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു റേറ്റിംഗ് സമ്പ്രദായം വരുന്നത്. നോക്കാം പ്രശസ്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് can improve your reputation in many ways. അതായത് ഇതിനു വേണ്ടിയിട്ട് അല്ലെ തൃപ്തികരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പല വഴികളുണ്ട്. ഫസ്റ്റ് CAHPS എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് സിസ്റ്റംസ്. ഒന്ന് നോട്ട് ചെയ്ത് തരേ.
ഓക്കെ, HCA HPS എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ്. കൺസ്യൂമർ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഉപഭോക്താക്കളുടെ വിലയിരുത്തൽ. ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഇതിനെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലാണ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് സിസ്റ്റംസ്. അതായത് ഉപഭോക്തൃ വിലയിരുത്തൽ ആരെ കുറിച്ചിട്ടുള്ള ഹോസ്പിറ്റലിലെ അല്ലെ സേവനം നൽകുന്ന വ്യക്തികളെയും അസിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ. ണോ? HCA HPS ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ആർക്കെങ്കിലും വേണമെങ്കിൽ നോട്ട് ചെയ്തവരൊന്ന് മെസ്സേജ് അയക്കാം. എല്ലാവർക്കും തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു സ്കോറിംഗ് റേറ്റ് വെച്ചിട്ട് തന്നെയാണ് ഹോസ്പിറ്റൽ ഓക്കെ ആണോ അല്ലെ നല്ല ഹോസ്പിറ്റൽ ആണോ എന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം എന്താണ് അവിടെ അസസ്മെന്റ് വിലയിരുത്തൽ നടക്കുന്നുണ്ട്. ആരെ കുറിച്ചിട്ടൊക്കെ? അവിടെയുള്ള പ്രൊവൈഡേഴ്സ് അല്ലെ, നമുക്കറിയാം ഡോക്ടേഴ്സ് ഉണ്ടാവും, ടെക്നീഷ്യന്മാരുണ്ടാവും, നഴ്സുമാരുണ്ടാവും അല്ലെ. അവിടെ എംപ്ലോയി ആയിട്ടുള്ള എല്ലാവരുടെയും എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വർക്ക് ആണ് എന്ന് വിലയിരുത്തുന്നുണ്ട്. അസിസ്റ്റന്റ് അല്ലെ, അവര് എല്ലാ രീതിയിലുള്ള ഒരു മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്ന, സമയമൊന്നും ബുദ്ധിമുട്ടിക്കാതെ തന്നെ നല്ലൊരു റുട്ടീൻ ആയിട്ടുള്ള പാറ്റേൺ അല്ലെ, ആ ഒരു പ്രോട്ടോകോൾ ഒക്കെ നല്ലതാണോ എന്നുള്ള ഒരു വിലയിരുത്തലാണ്. അത് പബ്ലിക്കിന്റെ ഇടയിലുള്ള ഒരു വിലയിരുത്തലാണ്. അപ്പോ അത് വിലയിരുത്തുന്നതനുസരിച്ചിട്ട് നമുക്കറിയാം അതിനനുസരിച്ചിട്ടായിരിക്കും റെപ്യൂട്ടേഷൻ ഉണ്ടാവും അല്ലെ, നമ്മുടെ പ്രശസ്തി, ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. സ്പെഷ്യലി സോ പീപ്പിൾ ക്യാൻ ലേൺ അബൌട്ട് ദ ഫിസിഷ്യൻസ്, ദേ ക്യാൻ കൺസൾട്ട് ആൻഡ് മേക്ക് ആൻ ഇൻഫോംഡ് ചോയ്സ് അബൌട്ട് ദെയർ ഹെൽത്ത് കെയർ. ഓക്കെ, നമുക്കറിയാം ഒരു ഫിസിഷ്യനെ കുറിച്ചിട്ടും നമുക്ക് ഹോസ്പിറ്റൽ ആണെങ്കിൽ തന്നെ ഒരു ഫിസിഷ്യനെ കുറിച്ചിട്ടും ആ ഫിസിഷ്യന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ടാവും സ്ക്രീനിൽ തന്നെ അല്ലെ. ഇപ്പൊ അതിന് കുറച്ചും കൂടി അല്ലെ ഇത്തിരും കൂടി നല്ല ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവര് എന്താണ് ഡിജിറ്റൽ ആയിട്ട് തന്നെ അത് വിവരിച്ചു പോകുന്നുണ്ടാവും. അപ്പൊ അവരെ കുറിച്ചിട്ടുള്ള റേറ്റിംഗ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. ദെൻ എന്താണ് പറയുന്നത്? സെക്കൻഡ്, പോസിറ്റീവ് സ്കോർ മേക്ക് ദ ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻസ്. അപ്പൊ നമ്മളിങ്ങനെ പലതരത്തിലുള്ള ഡോക്ടേഴ്സ് നമ്മുടെ മുമ്പിൽ വരും. ഓപ്ഷനുകളുള്ള ഡോക്ടറുകൾ അല്ലെ, ഒരു കാർഡിയോളജി വിഭാഗമാണെങ്കിൽ പലതരത്തിലുള്ള ഡോക്ടർ, അല്ലെങ്കിൽ ന്യൂറോളജി വിഭാഗമാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഡോക്ടറുകളെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അവരുടെ റേറ്റിംഗ് ഓക്കെ, യെസ്, നേരത്തെ ആരെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് കാണും. അപ്പൊ എന്താ പറയുന്നത്? ആ റേറ്റിംഗില് അല്ലെ എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു വിലയിരുത്തൽ ഉണ്ടാവും. അപ്പൊ ഓപ്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് പബ്ലിക്കിന് ആവശ്യമല്ലേ കൃത്യമായിട്ട് ഏത് ഡോക്ടറെ കാണണമെന്ന് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അഡീഷണലി, hospital can utilize the automated message to ask patients for a feedback after their appointments. അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുത്തതിനു ശേഷം അവരോട് മെസ്സേജുകൾ അല്ലെ മെസ്സേജുകൾ അയച്ച് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള അല്ലെ എത്രത്തോളം ഉപയോഗപ്രദമാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യങ്ങൾ അല്ലെ പേഷ്യൻസിൽ നിന്ന് തന്നെ അറിയാനായിട്ട് ശ്രമിക്കുന്നു. Some programs involves follow-up questions with easy to follow link to ask conducted patient to leave review on hospital Google business profile or other platforms. അതായത് ഗൂഗിൾ വഴിയോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമോ വഴിയൊക്കെ എന്താണ് ഇവരിൽ കുറച്ച് ലിങ്ക് ഒക്കെ അയച്ചു അല്ലെ അവർക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലിങ്കുകളൊക്കെ അയച്ചു കൊടുത്ത് അവരുടെ റിവ്യൂസ് അല്ലെ അവരുടെ അവലോകനങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കും. പേഷ്യൻസിന് ഇവിടെയൊക്കെ എങ്ങനെയൊക്കെയുള്ള തൃപ്തികരമായിട്ടുള്ള സർവീസുകളാണോ ലഭ്യമായിട്ട് ഡോക്ടറിന്റെ സേവനങ്ങൾ എങ്ങനെയാണ് അല്ലെ പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു മെസ്സേജുകളെല്ലാം അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആൻഡ് ഫൈനലി, ഹാപ്പി പേഷ്യൻസ് വിൽ സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നമുക്കറിയാം അങ്ങനെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അവര് നല്ല ഹോസ്പിറ്റലിന്റെ ആ ഒരു വിവരമാണ് പ്രദാനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ മറ്റുള്ളവരെയും കൂടി അല്ലെ ഏതൊരു പേഷ്യന്റും തൃപ്തികരമാണെങ്കിൽ നല്ല ഡോക്ടറാണെന്ന് ഡിസൈഡ് അല്ലെ മനസ്സിൽ കുറിച്ചിട്ടാൽ തന്നെ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ ആരോടാണെങ്കിലും പറയും ഇന്ന സ്ഥലത്ത് ഇന്ന ഡോക്ടർ നല്ല ഡോക്ടറാണ്, ഇന്ന ടൈമിനുള്ളിൽ അവർക്ക് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു അല്ലെ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഏതൊരു പേഷ്യന്റും അത് റെക്കമെൻഡ് ചെയ്യും അല്ലെ, ഏതൊരു പേഴ്സണെയും റെക്കമെൻഡ് ചെയ്യും. When it comes to reference, word of mouth is the gold standards.
അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയുകയാണെങ്കിൽ റെഫറലുകളിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെ വാമൊഴി അത് എന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. എന്ന് വെച്ചാൽ സുവർണ നിലവാരം ഉളവാക്കുന്നു. വാമൊഴി കൊണ്ട് തന്നെ അവർ ആ ഹോസ്പിറ്റലിന്റെ സുവർണ നിലവാരം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. കാരണം മറ്റു ഫ്രണ്ട്സിനെയൊക്കെ അവര് അല്ലെ ഓരോ പേഷ്യന്റും അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തില് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ വാമൊഴി കൊണ്ട് തന്നെ മറ്റുള്ളവരെ കൂടി ഈ ഒരു കാര്യം അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രശസ്തി എന്ന് പറയുന്നത് റേറ്റിംഗ് സമ്പ്രദായത്തിലൂടെ നടത്താം. വാമൊഴിയോട് കൂടിയിട്ടും പ്രശസ്തി എന്ന ഒരു സംഭവം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെയും ഇമ്പോർട്ടന്റ് ആണ് കാര്യങ്ങളൊക്കെ. അതായത് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് അല്ലെ, ഡാഷ് ക്യാൻ ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻസ് ഇൻ എ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പ്രശസ്തി ഉളവാക്കി കൊണ്ടുവരാനായിട്ട് സാധ്യമാകുന്ന പേഷ്യൻസ് ആരായിരിക്കും? ഹംഗ്രി പേഷ്യൻസ് ആണോ? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണോ? അല്ലെ, ഏത് പേഷ്യൻസ് ആയിരിക്കും എന്താണ് റെപ്യൂട്ടേഷൻ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നത് മറ്റുള്ളവരിലേക്കൊക്കെ? ഓക്കെ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അല്ലെ. അങ്ങനെ ചെറിയ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളൂ. അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു മോക്ക് ടെസ്റ്റ് ഒക്കെ വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കാം. എന്താണ് കണ്ടിന്യൂ ചെയ്തോട്ടെ? ആർക്കെങ്കിലും അബ്രിവേഷൻ ഒക്കെ കിട്ടാത്തതുണ്ടോ? ഓക്കെയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. ഓക്കെ, എന്താണ് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി നമുക്ക് ക്ലിനിക്കൽ അല്ലെ ചികിത്സ സംബന്ധമായിട്ടുള്ള ഔട്ട്കംസ് നമ്മുടെ അതിന്റെ ഒരു ഫലങ്ങൾ എന്ന് പറയുന്നതും ബെറ്റർ ആയിരിക്കണം അല്ലെ. നോക്കുക, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കംപ്ലൈന്റ് വിച്ച് മീൻസ് ദേ ആർ more probable to get better or effectively manage chronic health care issues. അതായത് ക്രോണിക് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ എന്താണ് വിട്ടുമാറാതെ ഇങ്ങനെ പിന്തുടരുന്ന കുറെ രോഗികളൊക്കെ ഉണ്ട് അല്ലെ. ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അവര് തയ്യാറാവില്ല. എപ്പോഴും അവര് ചികിത്സ കാര്യങ്ങൾ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ എന്താണ് ആ ഹോസ്പിറ്റലിൽ തന്നെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. ഡോക്ടറെ കുറച്ച് കണ്ട് മെഡിസിൻ ഒക്കെ എടുത്ത് വീണ്ടും അവര് വന്ന് കുറച്ചുകൂടി ഒന്നുകൂടി ഭേദമായാലും ഇച്ചിരി കൂടി അല്ലെ എന്തെങ്കിലും തുടക്കം വരുമ്പോൾ തന്നെ ചിലപ്പോൾ വരുന്ന പേഷ്യൻസ് ഒക്കെ കാണാം അല്ലെ. അവര് അത് ആ ഹോസ്പിറ്റലിന്റെ സേവനം അത് വിട്ടുപോകാതെ തന്നെ പിന്തുടരുന്നവരാണ്. Consequently, they feel better and like hospital treatment and care makes a difference to their well-being and quality of life. അപ്പൊ അവരിങ്ങനെ വന്നു പോകുന്നത് അല്ലെ ആ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്കറിയാം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വരുന്നത്. ദെൻ എന്താണ് അവരെപ്പോഴും എന്താണ് ജീവിതത്തിൽ അല്ലെ എപ്പോഴും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് അതായത് എന്താണ് അതിന്റെ ശുശ്രൂഷകരമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ അവര് നേടിയെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെന്താണ് രോഗികളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നില്ല. എപ്പോഴും എന്താണ് ആ ഒരു വിശ്വസ്തത ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഒരു വിശ്വസ്തത അവരുടെ മൈൻഡിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവരുടെ ലൈഫിലും പ്രത്യേകിച്ച് രോഗികൾക്ക് അടിമകളൊന്നും ആവാതെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ദിസ് ഓൾസോ ലേറ്റ്സ് ദം റിമെയിൻ ലോയൽ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ഷോ അപ്പ് ഫോർ ദ അപ്പോയിന്റ്മെന്റ്സ് ജനറേറ്റിംഗ് എ സൈക്കിൾ ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനിഫിറ്റ്സ്. അതായത് ഇത് രോഗിയുടെ ഈ സംതൃപ്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോയൽറ്റി കൂടിയാണ് അല്ലെ. ഒരു ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു വിശ്വസ്തമായ ഒരു സ്ഥാപനമായിട്ടാണ് അവരുടെ മൈൻഡിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ അത് ഒരു ജനറേറ്റിംഗ് എ സൈക്കിൾ അല്ലെ എന്ന് വെച്ചാൽ ഒരു സാറ്റിസ്ഫാക്ഷന്റെ ഒരു സൈക്കിൾ തന്നെ ഒരു ചക്രം തന്നെ അല്ലെ ഒരു ദൈനംദിന ചക്രം തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ്. കാരണം നമുക്കുള്ള എല്ലാ രോഗങ്ങൾക്കും ചികിത്സ തേടാനായിട്ട് അവിടെ പോകാം അല്ലെ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്ന് അതൊന്ന് ആ ഒരു രോഗം ശമനമാക്കി വീണ്ടും എന്തെങ്കിലും വരുമ്പോഴേക്കും വയ്യായിലേക്ക് വരുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പൊ ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു വിശ്വസ്ത സ്ഥാപനമായിട്ടാണ് അവരുടെ മൈൻഡിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പൊ അതൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മറ്റുള്ളവരിലേക്ക്. എനിക്ക് ആ ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമാണ് എനിക്കൊരു സമാധാനമുള്ളൂ അല്ലെ എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസമാണ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് അതാണ് അവരെ രോഗം മാറാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഉപാധി എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്താണ്. അത് പ്രധാനമായിട്ടും ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. മറ്റുള്ളവരോട് പറയുമ്പോഴും ആ ഹോസ്പിറ്റലിന് അതിന് നല്ലൊരു സ്ഥാനം തന്നെ കൊടുത്തിട്ടാണ് അവരെ അത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ ആയിട്ട് പങ്കുവെക്കുന്നത്. Okay, better clinical outcomes for a patients. Okay ആണോ? ഇവിടെ പ്രധാനമായിട്ട് ലോയൽറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
ഓക്കെ ആണോ? അപ്പൊ നമ്മളുടെ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് കഴിഞ്ഞു. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ബെനിഫിറ്റ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റലിനും പേഷ്യൻസിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുമ്പോൾ കിട്ടുന്നത്. കാരണം ഇവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് ഹോസ്പിറ്റലിൽ ബെനിഫിറ്റ്, അതായത് ഒരു പ്രോഫിറ്റബിൾ ആക്കി മാറ്റി തീർക്കാനായിട്ട് സാധിക്കും. കാരണം മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു പ്രശസ്തി, അല്ലെ, ഹോസ്പിറ്റലിന് നല്ല ഗ്രേറ്റ് റാങ്കിങ് ഒക്കെ കിട്ടുമ്പോൾ നല്ലൊരു പ്രശസ്തി ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള വ്യക്തികളെ, റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ എന്താണ് വാമൊഴി കൊണ്ട് തന്നെ നല്ല ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലോയൽറ്റി, നമ്മുടെ നല്ല വിശ്വസ്തമായിട്ടുള്ള സ്ഥാപനമാണ് എന്നുള്ള ഒരു സജഷൻ എല്ലാവരും മുമ്പ് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വീണ്ടും ഇതൊക്കെ തന്നെയാണ് വേ ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഈ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി എന്നുള്ളത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഏതൊക്കെ വഴികൾ ഉണ്ടായിരുന്നുണ്ടോ? ഓക്കെ, ഇത് പോകാം. ഈ കേട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ എന്തിനാണ് അല്ലെ വിവരിക്കണേന്ന് തോന്നാനുണ്ടാവും. കാരണം ഒരു ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീണ്ടും നമുക്കൊന്നുകൂടി നോക്കാം. എന്താണ് ഏതൊക്കെ വഴിയിലൂടെ പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ്, നമുക്ക് തന്നെ കുറെ ആൻസറുകളുണ്ട് അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് നല്ല ഡോക്ടർ ഉണ്ടാവണം, നല്ല നഴ്സ് ഉണ്ടാവണം, സമയത്തിന് കാര്യങ്ങൾ നടത്തണം, നല്ല ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ തന്നെയുണ്ട് അല്ലെ. അതൊക്കെ തന്നെയാണ് ഈ ഇതിന്റെ ചാപ്റ്ററിലുടനീളം പറയുന്നത്. നമുക്ക് ഹൈലി എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർസ് spins around creating an environment in which patients have a positive overall experience with all members of their medical team. ഓക്കെ, അവിടെ നല്ല ഒരു രീതിയിൽ തന്നെ അല്ലെ, ഒരു എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ ഓവറോൾ എക്സ്പീരിയൻസ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് എപ്പോഴും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കണം അല്ലെ. എഫക്റ്റീവ് സ്ട്രാറ്റജീസ് അവിടെ കൊണ്ടുവരുന്ന തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എന്താണ് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കണം. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്ന തരത്തിലുള്ള നിലപാടുകളൊക്കെ തന്നെയായിരിക്കണം അവിടെ വികസിപ്പിച്ച് എൻഹാൻസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ എന്താണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു അന്തരീക്ഷം ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഓവറോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ തരണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പേഷ്യൻസ് അല്ലെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ക്രിയേറ്റീവ് വേസ് ടു ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. 8 വഴി കൂടെ ഇങ്ങനെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ്ലി എന്താണ്? എൻഷുർ ടൈംലി ഫോളോ അപ്സ്, അതായത് സമയബന്ധിതമായിട്ട് തന്നെ തുടർ നടപടികൾ എടുക്കണം അല്ലെ. ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ മാതിരി സർവേയും കാര്യങ്ങളൊക്കെ നടത്തി, ഓക്കെ, സർവേയും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി അല്ലെ, എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കണം മനസ്സിലാക്കി, അങ്ങനെ നടപടികളൊക്കെ സ്വീകരിക്കുന്നു. ദെൻ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടോ എന്ന് വിലയിരുത്തുന്നു. ദെൻ അതിൽ എന്തെങ്കിലും ഡ്രോബാക്സ് എന്തെങ്കിലും അതൊക്കെ പരിഹരിക്കുന്നു. അങ്ങനെ എന്താണ് ടൈം ടു ടൈമില് ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം. എൻഷുർ ടൈംലി ഫോളോ അപ്സ് അല്ലെ, സമയബന്ധിതമായിട്ട് തന്നെ തുടർ നടപടികൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ദെൻ ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. എന്താണ് പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് പറയുന്നത് വേണ്ടി വരില്ലേ? അവരെ അല്ലെ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ട ഒരു കാര്യം, അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് തയ്യാറാവണം അല്ലെ. ഹോസ്പിറ്റലിലെ ഏതൊരു വർക്കേഴ്സ് ആണെങ്കിലും അവര് തയ്യാറാവണം അല്ലെ. അത് ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മാത്രമാണ് അവർക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് എന്താണ് ഓക്കെ അത് സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ ചികിത്സ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സേവനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം മെഡിസിൻ കഴിക്കണമെന്നും മാത്രം പോരാ അല്ലെ. മാനസികമായിട്ടും അതിനോട് ഒരു അറ്റാച്ച്മെന്റ്, ഒരു പൊരുത്തപ്പെടൽ വേണ്ടി വരൂല്ലേ? വരുമോ? വേണ്ടി വരില്ലേ? ഓക്കെ. അല്ലെങ്കിൽ കുറെ മെഡിസിൻ കഴിച്ചതുകൊണ്ട് മാത്രം, കാരണം മനസ്സ് ഓക്കെ ആണെങ്കിൽ അല്ലെ മെഡിസിൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെയാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലെ. നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കുകയും മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യാൻ മാത്രം പോരാ, നല്ല സമാധാനത്തോടുകൂടിയുള്ള ഉറക്കമൊക്കെ കിട്ടിയാലാണ് ആ അല്ലെ എല്ലാ പ്രോസസ്സും അവിടെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. റിസൾട്ടില് നമുക്ക് രോഗമൊക്കെ ഭേദമാവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഇൻ കേസ് നമ്മൾ മെഡിസിൻ കഴിച്ച് കുറെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയ്ക്കാണെങ്കിൽ നമുക്കറിയാം മെഡിസിൻ കഴിച്ചത് കൊണ്ട് ഒരു ഫലവും ഉണ്ടാവില്ല അല്ലെ. അങ്ങനെയല്ലേ? അപ്പൊ
നല്ലൊരു ചിലപ്പോൾ പേഷ്യൻസിന് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് കേൾക്കാനായിട്ട് ഒരു നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അതിന് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്, അതായത് പേഷ്യൻസിന്റെ ഒരു സുതാര്യത ഉറപ്പുവരുത്തണം അല്ലെ. നേരത്തെ പറഞ്ഞ മാതിരി അവർക്കൊരു ഫ്രീ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം പേഷ്യൻസിന്റെ ഇടയിലും പ്രൊവൈഡേഴ്സിന്റെ ഇടയിലും. പ്രയോറിറ്റീസ്, ഷോർട്ട് വെയിറ്റ് ടൈംസ്, അതായത് കുറച്ച് സമയം അല്ലെ, ഒരുപാട് സമയമൊന്നും ഡോക്ടറെ കാണാനോ മെഡിസിൻ എടുക്കാനോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും എല്ലായിടത്തും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം പാടില്ല. അതിനൊക്കെ മുൻതൂക്കം കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സ്ട്രൈവ്സ് ടു ഇംപ്ലിമെന്റ് പ്രൊസീജിയേഴ്സ് ടു എഡ്യൂക്കേറ്റ് പേഷ്യൻസ് അബൌട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. അതായത് നമ്മളെപ്പോഴും ചികിത്സാ സംബന്ധമായിട്ടുള്ള പദ്ധതിയെ കുറിച്ചിട്ട് അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും നടപടിക്രമങ്ങളൊക്കെ പേഷ്യൻസിനെയൊക്കെ ബോധവാന്മാരാക്കണം. ഓക്കെ, ചില പേഷ്യൻസിന് ചില കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും മനസ്സിലായെന്ന് വരില്ല. അത് കൃത്യമായിട്ട് അവരെ സാറ്റിസ്ഫാക്ഷൻ ആക്കണമെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളണം. ഇനി നമ്മൾ എന്താണോ പ്രൊവൈഡേഴ്സ് എന്താണോ ചെയ്യാൻ പോകുന്നത് അത് എന്തിനു വേണ്ടിയെന്നൊക്കെ ഉള്ള കാര്യം കൃത്യമായിട്ട് തന്നെ അവരെ ബോധവാന്മാരാക്കണം. Then utilize the feedback from patients to analyze the patient satisfaction metrics. എന്താണ് പറയുന്നത്, അവിടെ സാറ്റിസ്ഫാക്ഷൻ അളക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. ഇത് പ്രത്യേകം തന്നെ ആ ഫീഡ്ബാക്കുകളൊക്കെ മനസ്സിലാക്കുന്നതോട് കൂടിയിട്ടാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഒരു അനലൈസേഷൻ നടത്തണമെങ്കിൽ, ആ വിലയിരുത്തൽ നടത്തണമെങ്കിൽ അത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ആ അളവുകോലിക്കൂടെ തന്നെ നമ്മൾ ചോദിച്ചറിയേണ്ട ചില സർവേ ഒക്കെ നടത്തി ചോദിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഫീഡ്ബാക്സുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗപ്രദമാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇംപ്ലിമെന്റ് ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റംസ് ഫോർ ഗാദർ ഫെസിലിറ്റി എഫിഷ്യൻസി. എന്താണ് ഇവിടെ പറയുന്നത്, ടെക്നോളജിയുടെ സപ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളാണെങ്കിൽ പോലും ടെക്നോളജിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാനായിട്ട് സാധിക്കും. അവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേക്കാൾ ഉപരി അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വിശലും കാര്യങ്ങളൊക്കെ അല്ലെ അത് കിട്ടുന്നതോടൊപ്പം തന്നെ അവർക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ടെക്നോളജിയുടെ സപ്പോർട്ടുകളൊക്കെ നടപ്പാക്കേണ്ടതുണ്ടെങ്കിൽ ഫെസിലിറ്റിയോടൊപ്പം സൗകര്യങ്ങളോടൊപ്പം തന്നെ കാര്യക്ഷമമായിട്ടുള്ള ടെക്നോളജി സംഭവങ്ങളൊക്കെ നടപ്പിലാക്കണം. Then improve the facility, environment and culture. അതായത് പരിസ്ഥിതി അല്ലെങ്കിൽ സംസ്കാര രീതികളൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാം അല്ലെ. നമ്മുടെ എന്തൊക്കെ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ അതെല്ലാം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രദാനം ചെയ്യുമ്പോൾ ആ സംസ്കാരവും ഡെവലപ്പ് ചെയ്യും അല്ലെ. അത് മാത്രമൊപ്പം തന്നെ പേഷ്യൻസിന് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ അല്ലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള 8 ways ഏതൊക്കെയാന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, 8th പോയിന്റ് എന്നാലും പറയാം. ഇംപ്രൂവ് ദ ഫെസിലിറ്റി, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ.
അതായത് നമ്മളുടെ അല്ലെ സൗകര്യ പരിസ്ഥിതിയൊക്കെ പരിസ്ഥിതിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ എൻവയോൺമെന്റ് ചുറ്റുപാടും സംസ്കാര രീതികളൊക്കെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാം, മെച്ചപ്പെടുത്തി കൊണ്ടുവരാം അല്ലെ. നമ്മളെ പഴയ കാലഘട്ടം പോലെയല്ല. ഇപ്പൊ നമുക്കറിയാം എല്ലാത്തിനും ഒരു നല്ലൊരു അല്ലെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവണം. ഇപ്പൊ വേസ്റ്റുകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, നല്ല സംസ്കാര രീതികളൊക്കെ അവിടെ വികസിപ്പിച്ചു കൊണ്ടുവരണം. അപ്പോഴാണ് പേഷ്യൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആവുന്നത് അല്ലെ. പഴയ കാലഘട്ടം പോലെയൊന്നല്ല. ഇപ്പൊ ഡിജിറ്റൽ ആയിട്ടുള്ള ഇതുകളൊക്കെ വരുമ്പോൾ, സർവീസ് ഒക്കെ വരുമ്പോൾ അവർക്ക് പേഷ്യൻസിനൊക്കെ പെട്ടെന്ന് തന്നെ ആരെയൊന്നും ആശ്രയിക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ കണ്ട് അല്ലെ വ്യൂവിൽ തന്നെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഹൈജീനിക് എൻവയോൺമെന്റ് ഒക്കെ ആക്കുക അല്ലെ, ശുചിത്വത്തോട് കൂടിയിട്ടുള്ള നല്ല എൻവയോൺമെന്റ് ഒക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആകും. അപ്പൊ ഇങ്ങനെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവാനുള്ള വഴികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കൃത്യമായിട്ടുള്ള ഒരു അല്ലെ ചോദിച്ചറിയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ നടപ്പാക്കേണ്ടതുണ്ടെങ്കിലൊക്കെ നടപ്പാക്കി കൊണ്ടുപോവുക. എന്തിനെങ്കിലൊക്കെ പ്രയോറിറ്റീസ് മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ മുൻഗണന കൊടുക്കുക. അങ്ങനെ ടെക്നോളജിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. എന്താണ് പ്രധാനമായിട്ടും അല്ലെ എന്തെങ്കിലും അല്ലെ പേഷ്യൻസിന് സുതാര്യത, അതായത് അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇടപെടാനൊക്കെയുള്ള സ്വാതന്ത്ര്യമൊക്കെ ഡോക്ടേഴ്സിനൊക്കെ ചോദിച്ചറിയാനൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ നൽകുക. അങ്ങനെ പല കാര്യങ്ങളും അല്ലെ, അങ്ങനെയുള്ള ഒരു 8 കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറയുന്നത്. നമുക്ക് ഓക്കെ അല്ലേ, കണ്ടിന്യൂ ചെയ്തോട്ടെ. കേട്ടത് തന്നെ കേട്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണല്ലേ. എനിവേ നമുക്ക് നോക്കി പോവാം. എന്താണ് ഡെവലപ്പർ റിപ്പോർട്ടാണ് നെക്സ്റ്റ് വരുന്നത്. ഡെവലപ്പർ റിപ്പോർട്ട് എന്താണ് ഇവിടെ എടുത്ത് പറയുന്നത്? ഫിയർ ഓഫൺ ഗെറ്റ്സ് ഇൻ ദ വേ ഓഫ് പേഷ്യൻസ് എബിലിറ്റി ടു റിറ്റെയിൻ ഇമ്പോർട്ടന്റ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ്. അതായത് നമുക്കറിയാം അവിടെ പേഷ്യൻസിനെ അല്ലെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമുക്കറിയാം രോഗം വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പേഷ്യന്റുകൾക്കൊക്കെ പേടിയായിരിക്കും. റിപ്പോർട്ട് എന്നാണ് കേട്ടോ, സപ്പോർട്ട് എന്നല്ല, റിപ്പോർട്ട് എന്നാണ്. ഡെവലപ്പർ റിപ്പോർട്ട്. ഓക്കെ, എന്താണ് പേഷ്യൻസിനൊക്കെ ഓൾറെഡി എന്താണ് അവർക്ക് പേടിയാണ് അല്ലെ. അവര് ഇൻ കേസ് ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവെക്കാനായിട്ടൊന്നും പറ്റിയെന്ന് വരില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ പേഷ്യന്റ് മനസ്സിൽ കരുതിയിട്ടൊക്കെ ആയിരിക്കും ഡോക്ടറെ സമീപിക്കുന്നത്. പക്ഷെ ഡോക്ടർ ചോദിക്കുന്ന അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. വിച്ച് ഇൻക്ലൂഡ്സ് സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ അവര് എന്താണ് ഒരു നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെൽഫ് കെയർ, അവർക്ക് ഒരു സ്വന്തം തന്നെ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കാനായിട്ട് അല്ലെ, സ്വന്തം സാക്ഷ്യപ്പെടുത്താനായിട്ട് അല്ലെ. സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വയം വെളിപ്പെടുത്താനായിട്ട്, അവർക്ക് സ്വയം നിർദ്ദേശങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ള ഒരു മനോഭാവം, ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് ഡോക്ടേഴ്സിന് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഏത് തരത്തിലുള്ള ഡോക്ടറെ കാണേണ്ടതെന്ന് മുതൽ നമുക്ക് തീരുമാനിക്കാനൊക്കെ സാധിക്കുള്ളൂ അല്ലെ. പ്രാക്ടീഷണേഴ്സ് ഹു സ്പെൻഡ് എ ഫ്യൂ മിനിറ്റ്സ് എൻഗേജിങ് വിത്ത് പേഷ്യൻസ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദെയർ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് ഹെൽപ്പ് സെറ്റ് അപ്പ് എ സെൻസ് ഓഫ് ട്രസ്റ്റ് വിത്ത് ദെയർ പേഷ്യൻസ്. കുറച്ച് സമയമെങ്കിലും ഡോക്ടേഴ്സ് അല്ലെ പ്രാക്ടീഷണേഴ്സ് ഒക്കെ കുറച്ച് സമയമെങ്കിലും അവരോടൊപ്പം എൻഗേജ്ഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അവര് പറയുന്നത് കേൾക്കാനായിട്ട്, അതനുസരിച്ചിട്ട് അവരുടെ ഫീലിങ്സും അവരുടെ മനോഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഗ്രഹിക്കാനായിട്ടുള്ള ഒരു സമയം അല്ലെ അവര് അത് ചെലവാക്കേണ്ടതുണ്ട്. അത് ക്വസ്റ്റ്യൻസിലൊക്കെ കാണാറുണ്ട് കേട്ടോ. ആരാണ് സ്പെൻഡ് ചെയ്യേണ്ടത് കുറച്ച് സമയം ആരോടൊപ്പം, നമ്മുടെ പേഷ്യൻസിനോടൊപ്പം ചെലവഴിക്കേണ്ടത് ആരാന്നുള്ള കാര്യം കാണാറുണ്ട്. കുറച്ച് സമയം എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ചെലവഴിക്കുന്നത്? അവരിൽ ഒരു വിശ്വാസം അല്ലെ, ആ ഒരു നമ്മളെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയെ ഒരു വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയമെങ്കിലും അവരോടൊപ്പം ആയിരിക്കണം എന്ന് പറയുന്നത്. By reducing their patients' fear early on, these healthcare professionals make sure that their patients are strengthened with the information they require to take a charge of their own health. ഓക്കെ, അപ്പൊ അവരോടൊപ്പം തന്നെ ചെലവഴിക്കുമ്പോൾ അവർക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് അല്ലെ, ഈ പേടിയും ഭീതികളും ഈ രോഗത്തിനെ കുറിച്ചിട്ടുള്ള ഭീതിയും കാര്യങ്ങളൊക്കെ അത് റിഡ്യൂസ് ചെയ്ത് കുറച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽസിനാണെങ്കിലും നമുക്കറിയാം ഉറപ്പ് വരുത്താൻ സാധിക്കും. ഓക്കെ, ഈ രോഗി ശക്തിപ്പെട്ടിട്ടുണ്ട്, ഓക്കെ വലിയ പേടിയൊന്നുമില്ല, രോഗാവസ്ഥ എന്താണെന്നുള്ളത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെ അവരിൽ നിന്ന് കിട്ടേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ രോഗം അല്ലെ മാറാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരു ഡിസിഷനിലേക്ക് എത്താനൊക്കെ ആയിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അല്ലെ നമ്മൾ ഇന്ന രോഗമാണ് അത് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ
അവരായിട്ട് ഒന്ന് അല്ലെ അവരായിട്ടൊന്ന് പഠിക്കാനായിട്ട് അവരായിട്ടൊന്ന് ഒരു എന്താ പറയുന്ന ആശയവിനിമയം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു അവസരം അവിടെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത, അവർക്ക് രോഗവുമായി ബന്ധപ്പെട്ട ഭീതിയും ഒന്ന് അകലാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു പ്രാക്ടീഷണറിൽ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറിൽ അവർക്ക് ഒരു ട്രസ്റ്റ് അല്ലെ ഒരു വിശ്വാസം വളർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആണോ? Okay. Then next നോക്കാം, make it personal. ഇവിടെ പറയേണ്ടതുണ്ടോ? ഡെവലപ്പർ റിപ്പോർട്ട് ഓക്കെ ആണോ? ഓക്കെ, നോട്ട് ചെയ്യാൻ പറഞ്ഞ ഭാഗം നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? എന്താണ് പ്രാക്ടീഷണേഴ്സ് who spend a few minutes engaging with the patients before starting their clinical treatment. Okay. Then next നോക്കാം, എന്താണ് make it personal. എന്താണ് make it personal എന്ന് പറയുന്നത്? വ്യക്തിപരമായിട്ടുള്ള കാര്യം അല്ലെ? Health care professionals who try to keep eye contact with their patients. Okay, നമ്മള് എന്താ പറയുന്ന ഒരു ഐ കോണ്ടാക്ട് നമ്മൾ നേരത്തെ അല്ലെ നമ്മൾ ആരോടാണോ പറയാനുള്ളത് ആ വ്യക്തി നമ്മളെ കേൾക്കാനായിട്ട് തയ്യാറല്ല എങ്കിൽ നമ്മളെല്ലാം പറയോ? ഇല്ല അല്ലെ? അതേസമയം ഒരു ഐ കോണ്ടാക്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം അത് എന്താ പറയണ ഒരു പരുഷമായ ഒരു രീതിയിലല്ല എങ്കിലൊക്കെ നമ്മൾ എന്താണ് വളരെ ഫ്രീലി തന്നെ നമ്മുടെ മൈൻഡിലുള്ള ആവശ്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യും അല്ലെ? അപ്പൊ അവിടെ പറയുകയാണ് എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഹു ട്രൈ ടു കീപ് ഐ കോണ്ടാക്ട് വിത്ത് ദെയർ പേഷ്യൻസ് അതർ ദാൻ വാക്വലി ലുക്കിംഗ് അറ്റ് കമ്പ്യൂട്ടർ സ്ക്രീൻസ് ആൻഡ് ചാർട്ട്സ്. അതായത് അവ്യക്തമായിട്ട് ഇപ്പൊ അവര് ഇത് ചെയ്യണോടൊപ്പം തന്നെ ഇപ്പൊ നമുക്കറിയാം ഡോക്ടേഴ്സിനോടൊപ്പം തന്നെ ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഇതായത് കൊണ്ട് തന്നെ അവര് പറയുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ കമ്പ്യൂട്ടറിലൊക്കെ തന്നെ അല്ലെ ക്യാച്ച് ചെയ്യാനായിട്ട് അതിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അവിടെ നോക്കുന്നു അവിടെ അവരുടെ ഓൺ ഡ്യൂട്ടിയിലാണെങ്കിൽ കൂടി എന്താണ് പേഷ്യന്റിനോട് ഒന്ന് അല്ലെ പ്രധാനമായിട്ട് തന്നെ ഒരു ഐ കോണ്ടാക്ട് പുലർത്താനായിട്ട് അവര് സമയം കണ്ടെത്തേണ്ടതുണ്ട്. Then display their dedication to the patients അല്ലെ? പൊതുവെ നമുക്കറിയാം അവരെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. ആ ഒരു എന്റെ പേഷ്യന്റ് ആണ് അല്ലെ, അത് ആ ഒരു പ്രദർശനം ആ ഒരു മൈൻഡിലേക്ക് അത് ഉൾക്കൊള്ളുന്നത് തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ പ്രകടമാക്കണം, പേഷ്യന്റിന്റെ മുമ്പിൽ പ്രകടമാക്കണം അല്ലെ? നമ്മളുടെ രോഗിയാണ് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉൾക്കൊള്ളല് കൃത്യമായിട്ട് തന്നെ പേഷ്യന്റിനെ അറിയിക്കണം അല്ലെ? രോഗിയോടുള്ള സമർപ്പണം കൃത്യമായിട്ട് തന്നെ അവരെ അറിയിക്കണം. Some practitioners may select to have a medical scribes in the room for this very reason which allows them to listen with their eyes while the scribe take notes. Okay, ചില ഡോക്ടേഴ്സിന്റെ ഇതിലൊക്കെ നമുക്കറിയാം അല്ലെ, അവര് എന്താണ് ഇത്തരത്തിലുള്ള റെക്കോർഡിംഗ് കാര്യങ്ങൾക്കൊക്കെ അഡീഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ അല്ലെ അത്തരത്തിലുള്ള മെഡിക്കൽ സ്ക്രൈബ്സിനെ അവിടെ നിയോഗിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളത് കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? ഇവര് പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ അവര് ഹെൽപ്പേഴ്സ് കൃത്യമായിട്ട് തന്നെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യും അല്ലെ? അപ്പൊ അവിടെ എന്താണ് പേഷ്യൻസിന് ഇങ്ങനെ ഫീഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ പേഷ്യൻസിനെ അവിടെ ഐ കോണ്ടാക്ട് ചെയ്ത് അവരെ ഉൾക്കൊള്ളാനായിട്ടും അവർക്ക് വേണ്ടിയിട്ട് അല്ലെ ഒന്നിച്ചു പോകാനായിട്ടുള്ള ഒരു മനസ്സിന്റെ പൊരുത്തൽ കാണിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലി അത് കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്യും. ഞാൻ പറയാണ് by reducing their patients fear. Rooms for this very reason. Some persons practitioners may select to have a medical scribes in the room for this very reason, which allows them to listen with their eyes. Okay, avade eyes il nammal listen cheyunu while the scribes take notes. Appo scribes ellam avare അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ അല്ലെ ക്ലറിക്കൽ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഡ്യൂട്ടികൾ അവർ ചെയ്യുകയും ചെയ്തു. Saying a patient's name also helps individualize and personalize the patient's experience. Like does ask questions like what mattered to you അല്ലെ? നമ്മള് പൊതുവെ ഡോക്ടേഴ്സ് ആദ്യം തന്നെ ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ ഡോക്ടേഴ്സും അല്ലെ അങ്ങനെ വെൽക്കം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. പൊതുവെ നമ്മൾ കേൾക്കാറുള്ള ഒരു പദമാണ് എന്താ പറ്റി അല്ലെ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും അല്ലെ? അങ്ങനെയല്ലേ പേഷ്യൻസിനെ കാണുമ്പോൾ തന്നെ ഓക്കെ എന്താ പറ്റിയ എന്താ അസുഖം അങ്ങനെയല്ലേ ചോദിക്കുക?
ആണോ? ഓക്കെ. അപ്പൊ ഡോക്ടേഴ്സിന്റെ ഒരു ശൈലിയാണ്. കാരണം അവര് നമ്മളെ കൺസിഡർ നമ്മളെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. എന്താണ് എന്താ പറ്റിയത് അല്ലെ? അത് അങ്ങനെ ചോദിച്ചു ഒരു ഇന്റൻഷ്യലി ഇപ്പൊ നിങ്ങളുടെ പേര് നമ്മുടെ പേര് നമ്മൾ അവരുടെ കയ്യിലുണ്ടാവും അല്ലെ? ആ ടൈമിൽ തന്നെ അപ്പോയിന്റ്മെന്റ്സിന്റെ ടൈമിലൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ പേര് വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഓക്കെ നമ്മളെ അവരെ മൈൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ മാനിക്കുന്നുണ്ട്. അപ്പൊ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരികയാണ്, ഒരു ആശയവിനിമയം നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെ, ഒരു സുതാര്യത വരികയാണ്. തീർച്ചയായിട്ടും പേഷ്യൻസ് എന്താണ് ഫ്രീ ആയിട്ട് തന്നെ അവരോട് അവരുടേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യും. അപ്പൊ അതാണ് അവിടെ പറയുന്നത് മേക്ക് ഇറ്റ് പേഴ്സണൽ, വ്യക്തിപരമായിട്ട് തന്നെ അത് അല്ലെ അത് ഉണ്ടാവാനാണ് അല്ലെ, രോഗിയെ നമ്മളെ വ്യക്തിപരമായിട്ട് തന്നെ പരിഗണിക്കുന്നു, അത് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതാണ് ലാസ്റ്റ് സെന്റൻസിൽ എടുത്ത് പറയുന്നത്. എന്താണ് സെയിം പേഷ്യൻസ് നെയിം ഓൾസോ ഹെൽപ്പ് ഇൻഡിവിജ്വലൈസ് ആൻഡ് പേഴ്സണലൈസ് ദ പേഷ്യൻസ് എക്സ്പീരിയൻസ് ലൈക്ക് ജസ്റ്റ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് മാറ്റേഴ്സ് ടു യു അല്ലെ, എന്താ പറ്റി പേരിനോട് ചേർന്ന് തന്നെ സംബോധനയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള അവരെ നമ്മളെ ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പിൽ തന്നെ അവര് നല്ല രീതിയിൽ തന്നെ അവരുടെ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുകയും അവര് ഡോക്ടേഴ്സിന്റെ സേവനം സമൃദ്ധമായിട്ട് എടുക്കുകയും ചെയ്യും അല്ലെ. അതാണ് അടുത്ത ഒരു പോയിന്റിൽ നിർവചിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ പേജ് അങ്ങനെ കംപ്ലീറ്റ് ആക്കാം അല്ലെ, അറിയില്ല. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഡേയിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി തരാം കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്യേണ്ടതൊക്കെ ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. ഇതിൽ ഞാൻ പറഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു മൈൻഡിലേക്ക് എത്തുക, അതിനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നോക്കാം. നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി നോക്കാം. എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് എന്താണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് അതായത് പേഷ്യന്റിനെ ബോധവൽക്കരിക്കുക. നമ്മൾ പേഷ്യന്റിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഒക്കെ നേടിക്കഴിഞ്ഞു, നല്ലൊരു വെൽക്കം, അതായത് എന്താ പറ്റി പേരൊക്കെ ചോദിച്ച് അറിഞ്ഞുകൊണ്ടുള്ള ഒരു വെൽക്കം കിട്ടി. ഇനി അവരെ ബോധവാന്മാരാക്കണം അല്ലെ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കണം. റിസീവിങ് എ ന്യൂ ഡയഗ്നോസിസ് ഓർ അപ്ഡേറ്റ് ടു ആൻ എക്സിസ്റ്റിംഗ് വൺ ക്യാൻ ബി ഫിയർസം. അതായത് ചിലപ്പോഴൊക്കെ എന്താണ് ഇപ്പൊ നിലവിലുള്ള രോഗമാണെങ്കിലും അല്ലെങ്കിൽ രോഗനിർണയം നടത്തിയ പുതിയ കേസുകളൊക്കെ ആണെങ്കിലും ചിലപ്പോഴൊക്കെ ഒരു പേടി അല്ലെ, അവർക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. നമുക്കറിയാം രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്, ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അതല്ലേ. അത് പക്ഷെ വന്ന് ചേരുമ്പോൾ നമ്മൾ അത് ഉൾക്കൊള്ളാതെ പറ്റുകയും ചെയ്യില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അത് പുതിയ ഡയഗ്നോസിക് ആണെങ്കിലും അല്ലെങ്കിൽ നിലവിലുള്ള കാര്യമാണെങ്കിലും അതൊരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. യൂസ് ഓഫ് നോൺ മെഡിക്കൽ ലാംഗ്വേജ് ആൻഡ് ടീച്ച് back method help improve communication and increase patients grasping of their health condition. അപ്പൊ അവിടെ പൊതുവെ അവര് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാത്ത തക്കത്തിലുള്ള ഒരു ടീച്ചിങ് അല്ലെ, ഒരു ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവരെ രോഗനിർണയങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ റെക്കോർഡിക്കലി അത് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അവർക്ക് പെട്ടെന്നൊന്നും ഗ്രഹിക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഇവർക്ക് അല്ലെ ബെറ്റർ ഒരു കമ്മ്യൂണിക്കേഷനും വിട്ടുകൊടുക്കുന്നുണ്ട് അല്ലെ. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻക്രീസ് പേഷ്യൻസ് ഗ്രാസ്പിംഗ് ഓഫ് ദെയർ ഹെൽത്ത് കണ്ടീഷൻസ്. അപ്പൊ അവരെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധവാന്മാരാക്കുന്ന ഒരു ഫ്രീഡം കൂടി അതിന്റെ ഇടയ്ക്കൂടെ അവർക്ക് നൽകുന്നുണ്ട്. Then provide patients with written documentation that they can take home with then is also importance and will help further listen feeling of confusion or uneasy. അതായത് ഇൻ കേസ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ റിട്ടേൺ ആയിട്ട് തന്നെ എഴുതി കൊടുത്തേക്കും അല്ലെ, ഇന്ന ഡോക്യുമെന്റിൽ ആക്കി തന്നെ കൊടുത്തേക്കും. അപ്പൊ എന്താണ് വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും അവർക്ക് കുറെ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലെങ്കിൽ അല്ലെ, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുകൊണ്ട് മെഡിസിൻ കഴിക്കേണ്ട വിധം, മെഡിസിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ അവർക്ക് എന്താണ് ആ രോഗം എന്താണ്, രോഗത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടത്, അത് ഏത് സമയത്ത് മരുന്ന് കഴിക്കണം അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ടും ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറാനായിട്ട് അല്ലെ. അവര് എന്താണാവോ, എന്തിനു വേണ്ടിയിട്ടാണ്, ചിലപ്പോ നമ്മൾ അസിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം, ഇത്ര മണിക്കൂറിന് മുമ്പ് കഴിക്കണം, അത് എന്തിനു വേണ്ടിയിട്ടെന്നും കൂടി നിർവചിക്കുമ്പോഴെന്താണ് ആ കൺഫ്യൂഷൻ അവിടെ മാറണം അല്ലെ. ആ ഒരു പേടിപ്പെടുത്തുന്ന കാര്യം, ഇതൊക്കെ കുറെ മെഡിസിൻ ഉണ്ടല്ലോ, ഭക്ഷണത്തിന് മുമ്പും ഉണ്ട് ഭക്ഷണത്തിന് ശേഷവും ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ, ആ ഫീലിങ്സ് ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കാം. Then generate a positive patient experience by teaching the patients about their health and how to measure it. Okay, നമ്മളിത്
എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് അല്ലെ, അതൊക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ നല്ല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ആ പേഷ്യന്റിന് ഇങ്ങനെയൊക്കെയാണ് കഴിച്ചത്, ഇന്ന സമയം കൊണ്ടൊക്കെ ഭേദമായി, ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസോട് കൂടിയിട്ടൊക്കെ പേഷ്യന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴെന്താണ് അവർക്കത് പെട്ടെന്ന് തന്നെ പക്വതയോട് കൂടിയിട്ട് തന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. Then helping the patient understand how their body works and why making a certain choice can enhance or detract from their health, give them informed agency over their bodies. Okay, അത് മാത്രമല്ല എങ്ങനെയാണല്ലേ നമ്മുടെ ബോഡിയിൽ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, നമ്മളെ ബോഡി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ലെ, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, അതായത് നമ്മളിപ്പോ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഫസ്റ്റ്ലി ഇങ്ങനെയൊക്കെ ആയിരിക്കും, ചില മെഡിസിൻസ് ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഓവർഡോസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, പതിയെ ആണ് അതിന് അല്ലെ നിങ്ങളുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ റിസൾട്ട് ഒക്കെ എടുത്തു കഴിഞ്ഞ് നോക്കിയിട്ട് വേണം ഓക്കെ ആ മരുന്ന് കൊണ്ട് ആഫ്റ്റർ എഫക്ട്സ് ഒന്നും ഇല്ല, സൈഡ് എഫക്ട്സുകളൊന്നും ഇല്ല, ഓക്കെ ആണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് മറ്റൊരു ചോയ്സ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹെൽത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഐഡിയ കൃത്യമായിട്ട് തന്നെ അവരെ ഇൻഫോം ചെയ്യണം. ദേ ഫീൽ ലൈക്ക് ദ ഹോസ്പിറ്റൽ ഈസ് എ പാർട്ട്ണർ ഇൻ health instead of another person telling them what they should be doing differently. കേസ് നമുക്കറിയാം, മറ്റൊരു ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമുക്കൊരു ഡോക്ടറിന്റെ സേവനം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അടുത്തൊരു പേഴ്സന്റെ അല്ലെ നഴ്സുമാരുടെ നിന്നും സേവനങ്ങൾ കിട്ടും. അപ്പൊ അവരെല്ലാം പറയുമ്പോൾ ഇവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ് കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടൊരു നല്ല ധാരണയിൽ എത്താനായിട്ട് പേഷ്യൻസിന് സാധിക്കും അല്ലെ. അപ്പൊ ഇതിന് പകരം ഓരോരുത്തരും അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ പറയുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഡിഫറെന്റ് ആയിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിന്റെ പരിണിത ഫലം എന്ന് പറയുമ്പോൾ അവർക്ക് നല്ലൊരു നോളജ് അല്ലെ, ആ ഒരു അസുഖത്തിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു നോളജ് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതിലെ കൊച്ചു കാര്യങ്ങളൊക്കെ ഉള്ള എങ്കിലും അതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. ഇവിടെയും കുറച്ച് കാണാറുണ്ട്. ഓക്കെ, റിട്ടേൺ ഡോക്യുമെന്റേഷൻ അല്ലെ, അത് നൽകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എന്താണ് കാര്യങ്ങളെ കുറിച്ചിട്ട് തന്നെ അല്ലെ അവരുടെ കൺഫ്യൂഷൻ ഒക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്താണ് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇന്നെടുത്തതും അടുത്ത ക്ലാസ്സിലെയും കൂടിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോവാം. അധികം നമുക്ക് എടുക്കാനില്ല, നോക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ റിവിഷൻ നടത്താം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ എടുത്ത ഭാഗത്ത്?